ഹലോ, വെൽക്കം ടു മിനിസ്കെ സ്മൈലി വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും ചായ കുടിച്ചിരുന്നു അല്ലേ? ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. 10 മണിയായി. എൻ്റെ സമയം 9 മണിയായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു എൻ്റെ റിലേഷൻ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ചോറും രാവിലെ മുദ്ദയായിരുന്നു ഉണ്ടായിരുന്നത്. മുദ്ദയും പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി കൊടുത്തു. അവർക്ക് മുദ്ദ മതി, മുദ്ദയും കുറച്ച് ചോറും അത് മതി. അപ്പം ഞാനൊന്നും കഴിച്ചില്ല. ഞാനിങ്ങനെ സ്മൂത്തി ഇങ്ങനെ വെള്ളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോഴാണ് എൻ്റെ ഇടയിൽ വന്ന് വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ എടുക്കാമായിരുന്നു. എനിക്കാണെങ്കിൽ സമയം കിട്ടിയില്ല. ഞാനും ഒരു 7:30 ആകുമ്പോഴേ എണീറ്റത്, കാരണം ടയേർഡായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കും. ഞാനൊന്നും കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഇന്നലെ, പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു 8 മണി 7:30 ആയപ്പോൾ 7 മണിയായപ്പോൾ എണീറ്റു. അപ്പോൾ 7:30 വർക്കൗട്ട് ചെയ്തൊരു 1 അവർ വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ റെഡിയായി. പിന്നെ അടുക്കളയിലൊക്കെ പോയി. അവർക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കിനി അധികം പണിയൊന്നുമില്ല. എനിക്ക് തോരൻ കറി വെക്കണം, പിന്നെ കറിയെല്ലാം ഇരിപ്പുണ്ട്. ഒരു തോരൻ വെക്കണം. മത്തങ്ങ ഓണത്തിനൊന്ന് വാങ്ങിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്തങ്ങ ഞാനങ്ങനെ മത്തങ്ങ കറി, ഞങ്ങളിവിടെ മത്തങ്ങ തോരൻ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് തോരൻ വെക്കുന്നത്. തോരൻ വെച്ചിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ മത്തങ്ങ കൂട്ടും. മത്തങ്ങയും ചപ്പാത്തി നല്ല കോമ്പിനേഷനാണ്. അവരൊന്നുമില്ല വെക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി ഇടിച്ചിടും, പിന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പരിപ്പ് കടല, അതും കടുകും കൂടി ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഉണക്കമുളക് ഇടുന്നു കേട്ടോ. അതാണ് ടേസ്റ്റ്. എല്ലാം ഇട്ടിട്ട് നല്ല വഴണ്ട് കഴിയുമ്പോൾ പിന്നെ കരിവേപ്പില ഇടും കേട്ടോ. ഞാനത് പറയാം റെസിപ്പി. എന്നിട്ട് അതുകൊണ്ട് വഴറ്റിയിട്ട് എന്താ പറയുക, ഈ മത്തങ്ങ എടുത്തങ്ങോട്ട് ഇടും. ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മുടെ ഈ കറിവേപ്പിലിനെ പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കും. മൂടി വെച്ചിട്ട് പിന്നെ ഓപ്പൺ ചെയ്ത് വയ്ക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതിയല്ലോ. എന്നിട്ട് തേങ്ങ ലാസ്റ്റ് അങ്ങനെ അങ്ങ് വിതറിയിട്ട് 2 മിനിറ്റ്സ് ഇങ്ങനെ അങ്ങനെ മൂടി വെക്കത്തേ ഉള്ളൂ. നല്ല രുചിയാണ് കേട്ടോ ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ മത്തങ്ങ തോരൻ വെക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ തോരൻ വെക്കാറില്ല. അപ്പോൾ അതിപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആകണമല്ലോ വിചാരിച്ച്. കാരണം ഞങ്ങൾ കൂടുതലും പച്ചക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. ഇങ്ങനെ ആഴ്ചയിലോ അല്ലെങ്കിൽ മന്ത്ലി 2-3 ടൈംസ്, ഒരു 3 ടൈംസ് മാത്രമേ നോൺ വെജ് വാങ്ങുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കബാബൊക്കെ വാങ്ങും കേട്ടോ. കണ്ടോ, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സെയിം പ്ലേസ് വന്നാലേ എനിക്കൊരു ജോഷുള്ളൂ സംസാരിക്കാൻ. അപ്പം ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞ 2-3 മാസം 2-3 പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുള്ളൂ. ചിക്കനും ഫിഷും ഒക്കെ. പിന്നെ വാങ്ങുന്നത് കബാബ് വാങ്ങിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കബാബ് വാങ്ങിക്കുന്നതുകൊണ്ട് ചിക്കനൊക്കെ കുറവാണ് വാങ്ങിക്കാറ്. പിന്നെ വെജിറ്റബിളാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെജിറ്റബിളാണ് വേണ്ടത്. അപ്പം വെജിറ്റബിൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് കുറേ ദിവസം ഫ്രിഡ്ജ് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ വെട്ടി കുത്തി, ഞാൻ അറിയുന്നു മത്തങ്ങ ഈ കുമ്പളങ്ങയുടെ കൂടെ ഉണ്ടല്ലോ, ഈ നമ്മുടെ നീളത്തിലുള്ള പയറില്ലേ, പിന്നെ പച്ചപ്പയർ, അതുകൊണ്ട് കൂടി ഇട്ടുണ്ട്. അതിട്ടിട്ട് ശരിയാവില്ലെന്ന് അറിയില്ല. അങ്ങനെ ഒന്ന് തോരൻ വെക്കണം. ഇവിടെ ഇന്നലെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ മൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ കുഴപ്പമില്ല, കുറച്ച്. എന്നാലും 10 മണിയായപ്പോൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ കിച്ചണിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് വെയിൽ ഭയങ്കര കുറവാണ്. അങ്ങനെ മൂടിയായിട്ടിരിക്കുന്നു. എൻ്റെ കുക്കുമ്മ എൻ്റെ പുറകെ നടക്കുവാണേ, അവിടെ ഇരിപ്പുണ്ട്. കുക്കാച്ചി അതെന്നറിയാവോ, ഞങ്ങളുടെ റിലേഷൻ വീട്ടിലുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു പേടിയാണേ. അവൾക്ക് ഫ്രീഡം ഇല്ല. പൂച്ചകൾക്ക് അങ്ങനെയാണല്ലോ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ പട്ടികളെ പോലെ അല്ലല്ലോ. ഈ ഡോഗ്സിനൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരും വരുന്നത് ഭയങ്കര ഇഷ്ടമല്ല, അവർക്ക് തിന്നാൻ കിട്ടുമല്ലോ. ഇവൾക്ക് അങ്ങനെയല്ല. ആരെങ്കിലും വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ജലസല്ലേ, ഇവർ ഓടിപ്പോവും. അപ്പോൾ ഇവൾ അകത്തിരിക്കല, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ എപ്പോൾ പുറത്ത് പോയാലും, ഞാൻ അകത്ത് പോയാൽ അകത്ത് വരും, പുറത്ത് പോയാൽ പുറത്ത് പോകും. ഞാൻ ബെഡ്റൂമിൽ പോയാൽ ബെഡ്റൂമിൽ വരും, അടുക്കളയിൽ പോയാൽ അടുക്കളയിൽ വരും. അയ്യോ, എൻ്റെ പുറകെ എൻ്റെ കുഞ്ഞ് പുറകെ വരുന്നുണ്ട്. കാണിച്ചു തരാം. അമ്മയുടെ കുക്കാച്ചിയാ ചിക്കൻ തിന്താപ്പേ? ചിക്കൻ തിന്നിദ്യാ നീനു? ആര് കൊട്ടമ്മ ചിക്കൻ? ഓ, മലക്കുണ്ടാ? അയ്യോ, ഓടി. അമ്മയുടെ ശിങ്കക്കുട്ടിയാ? എൻ്റെ സിംഹക്കുട്ടിയാ അവള്. കുക്കു, ചിക്കൻ തിന്നോ പൊന്നെ? കുക്കാച്ചി, അവൾ കൈ പോകുന്ന കാണണേ സ്നേഹം കൊണ്ട്. കുക്കാച്ചി, കുക്കു. അയ്യോ, കൈ അനങ്ങുന്നുണ്ട്. കുക്കു, ചക്കരക്കുട്ടി.
അപ്പോൾ എൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ. അവരിന്ന് പോകും, തിരിച്ച് നാട്ടിലേക്ക് പോകും. ഇവിടെ ആണെന്നുകൊണ്ട് എനിക്കുണ്ടല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഞാനും പോകും, ഹസ്ബൻഡും പോകും. അപ്പോൾ പുള്ളിക്കാരൻ ബെഡ് റെസ്റ്റാണ്. കാലിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെക്കണം. കാലിൻ്റെ നമ്മുടെ ഇവിടുത്തെ ഈ കാലിൻ്റെ മുട്ടിന് താഴെ ഒരു എല്ലില്ലേ, ഭാഗ്യത്തിന് കേട്ടോ എല്ലിനൊന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് മസിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ. അവരിന്ന് പോകും, തിരിച്ച് നാട്ടിലേക്ക് പോകും. ഇവിടെ ആണെന്നുകൊണ്ട് എനിക്കുണ്ടല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഞാനും പോകും, ഹസ്ബൻഡും പോകും. അപ്പോൾ പുള്ളിക്കാരൻ ബെഡ് റെസ്റ്റാണ്. കാലിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെക്കണം. കാലിൻ്റെ നമ്മുടെ ഇവിടുത്തെ ഈ കാലിൻ്റെ മുട്ടിന് താഴെ ഒരു എല്ലില്ലേ, ഭാഗ്യത്തിന് കേട്ടോ എല്ലിനൊന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് മസിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പം ഞാനുണ്ടല്ലോ സ്മൂത്തിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. കാരണം ഞാൻ എപ്പോഴും പുറത്തിരുന്നല്ലേ, അവിടെ ഇരുന്നല്ലേ എൻ്റെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അവിടെ ഇപ്പം പുള്ളിക്കാരനുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ വന്നു. എൻ്റെ സ്മൂത്തിയൊക്കെ സ്മൂത്തി കണ്ടോ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്, അവിടെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പോഴേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ 3 days എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക് ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചില്ല. അപ്പം പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി വാങ്ങിയിട്ട് വന്നിട്ട് ഒരു 1 dose കൊടുക്കണം. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും. 1 മണിയൊക്കെ ഡോക്ടർ ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തിട്ട് ഇന്ന് ഉച്ചയോട് കൂടി പോകും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിശക്കുന്നു. ടൈം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയല്ലേ. എനിക്ക് സ്മൂത്തി കഴിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. കുടിച്ച് കഴിഞ്ഞു. ഇതുണ്ടോ കുക്കുംബർ. എനിക്ക് കുക്കുംബർ ഇങ്ങനെ പീസായിട്ട് കഴിക്കുന്ന ഇഷ്ടം. ഇങ്ങനെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പീസായിട്ട് കഴിക്കലേ. ഇവിടെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ എന്ത് ഫംഗ്ഷൻ വന്നാലും കുക്കുംബറും ഉള്ളിയും കൊടുക്കും. ഞാൻ ഭയങ്കര ടയേർഡല്ല, എൻ്റെ കണ്ണൊക്കെ കണ്ടോ. അതെന്തറിയോ, ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഐലൈനർ എഴുതി കാജൽ എഴുതിയിട്ട് എനിക്കത് പ്രാക്ടീസായി. ചിലപ്പോൾ സമയത്ത് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഫ്രഷപ്പ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഐലൈനർ ഒന്നും എഴുതാത്തതുകൊണ്ട് കണ്ണിങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ തന്നെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ടയർഡ്നെസ്സും ഉണ്ട് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നറിയോ, ക്ലൈമറ്റൊക്കെ ഭയങ്കര ഡള്ളായിരിക്കുന്നു. സൂര്യനില്ല. സൂര്യനുള്ളപ്പം പറയും ദൈവമേ സൂര്യനാന്ന് ഞാൻ പറയുമല്ലേ. ഇപ്പം നോക്കുമ്പോൾ സൂര്യനില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. വെയിലൊന്നും ഇല്ലാതെ നമ്മളിവിടെയൊക്കെ വെയിലുണ്ടല്ലേ. ഇതുണ്ടോ, ആകാശമൊക്കെ ഉണ്ടോ, മൂടിക്കിടക്കുക. എന്താണോ ഇന്ന് മഴ പെയ്യുവോ? മാത്രമുണ്ട് നല്ലപോലെ. ഞാനാണെങ്കിൽ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് 2 o'clock ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റെഡിയായി ഞാനൊരു ഫ്രണ്ടും കൂടെ കൂടി വീട്ടിൽ വന്ന് ഫ്രഷപ്പായിട്ട് ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇരുന്നതാണ്. സന്തോഷമായിട്ട് പോകണമെന്ന് വിചാരിച്ച് അന്നേരമാണ് കറക്റ്റ് ആക്സിഡൻ്റ് ആയിട്ട് വന്നേ. അപ്പോൾ പിന്നെ എൻ്റെ പോക്കൊക്കെ നിന്നു. ഇനിയിപ്പം നാളെ പോകും. എൻ്റെ കുക്കാച്ചി വന്നില്ല കേട്ടോ. അവൾ കിടന്ന് ഉറങ്ങി. എൻ്റെ ഷെൽഫിൻ്റെ അകത്ത് എൻ്റെ എൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കയറി കിടന്ന് ഉറങ്ങി. നിങ്ങളിവിടെ താഴെ കണ്ടോ ഒരു വാട്ടർ ടാങ്ക് കിടക്കുന്നുണ്ടോ? വാട്ടർ ടാങ്ക് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ബോർവെല്ലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ ഏരിയയിലേക്കൊക്കെ ഈ ഇങ്ങനത്തെ വണ്ടി വരും. വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ക്യാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് വെള്ളം എടുത്തിട്ട് പോകാം. 10 rupees. വേറെ സ്ഥലത്തൊക്കെ 5 rupees ആണ് കേട്ടോ കോയിനെ. ഇവിടെ ആയില്ല, ഇവിടെ 10 rupees ആണെന്ന് തോന്നുന്നു. 20 rupees. അപ്പോൾ അവരവിടെ നിന്ന് വെള്ളം എടുത്ത് നമുക്ക് ക്യാനിൽ തരും.
നമ്മുടെ ഇവിടെ വരുന്നതെല്ലാം കാവേരി വാട്ടറാണ് കേട്ടോ. 2 days വൺസൊക്കെ കാവേരി വാട്ടർ വരത്തുള്ളൂ. അപ്പം കാവേരി വാട്ടർ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഏതൊരു ഈ മെഡിസിനൊക്കെ ആക്കിയിട്ട് വരുന്ന മീൻസ് വെള്ളമല്ലേ മെഡിസിനൊക്കെ, അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ആരും അത് കുടിക്കുകയില്ല. ചിലർ ഇവിടുന്ന് ഈ ബോർവെൽ ഇങ്ങനത്തെ ക്യാനിൽ വരും, നല്ലപോലെ ഫ്രഷായിട്ട് ക്യാനിൽ വരും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.